ഓ തിന്ന് 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 തിന്ന്. ഞാനൊന്നും പറയില്ലേ, രാവിലെ എന്നാ തിന്നാ ഉറങ്ങാ തിന്നാ വല്ല പണിക്കും പോകും, അതുമില്ല. ഒന്നുമില്ലേ നിനക്ക് ഇന്ന് അനിയെ കണ്ട് വിളിച്ചോടാ. അവനൊരു ജോലിയായി, അവനൊരു സ്വന്തമായിട്ട് പെണ്ണെ വിളിച്ച് എന്നെ ഒരു ബുദ്ധിമുട്ടിച്ചില്ല അവൻ ഇങ്ങനെ നടക്കുക കാള കളിച്ച് കൊറേ കൊച്ചു പിള്ളേരോടെ. എടാ നീ എങ്ങനെയാടാ ഇത്രയും കേട്ടിട്ട് ഒരു കൂസലും ഇല്ലാതിരിക്കണം? നിനക്ക് വല്ല ജോലിക്കും പോയിക്കൂടാടാ. ഇത്രയും കേട്ടിട്ട് ഒരു കൂസലും ഇല്ലല്ലോ അവനത്. ഇങ്ങനെ നടക്കണം. എന്നെ കണക്ക് സെറ്റിലാവാൻ നോക്കടാ നീ. കഷ്ടം തന്നെ. നിനക്ക് എവിടെയെങ്കിലും പോകണം? 5 മിനിറ്റ്. നമുക്കൊരു സ്ഥലം പോടാ. ഇരിക്കണം. നിങ്ങളത്തെ കണ്ടത് ഫസ്റ്റ് ഇരിക്കുന്നവരെ കണ്ട അവനാണ് നമ്മുടെ ഗ്രൂപ്പിലെ മെയിൻ ലീഡർ. 10-30 വയസ്സാണ്. ഇത് 10-60 വയസ്സുള്ള സ്വന്തം അച്ഛനെ ജോലിക്ക് വിട്ടിട്ട് അവൻ ലൈഫ് എൻജോയ് ചെയ്യണം സ്റ്റാറ്റസിലൂടെ നടക്കുകയാണ്. കുട്ടികളെയും അറിയില്ല ഇതുവരെ. അറിയാമോ? കിഴങ്ങൻ ഇതുകൊണ്ടാരാണ്ട് വിളിച്ചോണ്ടിരിക്കുന്ന ഒരുത്തിനെ കണ്ട. നാളെ അവന്റെ വീടിന്റെ ജപ്തിയാണ്. ഏതോ ഓൺലൈനിൽ പരിചയപ്പെട്ട ഹാക്കർ അശ്വതി അച്ചു എന്ന് പറഞ്ഞ പെണ്ണിന് വേണ്ടി സ്വന്തം വീടിന്റെ ആധാരം പണയം വെച്ച് പൈസ എടുത്ത് കൊടുത്ത പൊട്ടനാണ് അവൻ. 2 വർഷമായിട്ട് അവള് പണങ്ങിപ്പോയിക്കാണ്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞ് വിചാരിച്ചാണ് ഇപ്പോഴാ ചിരിച്ചോണ്ടിരിക്കുന്നത്. 3ാമതിരിക്കണവനുണ്ടോ? അവന് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് മാഗ്നറ്റ് ആവണമെന്നാണ് ആഗ്രഹം. പക്ഷെ അവന് ബാങ്ക് ബാലൻസ് ആണെങ്കിൽ വേറെ 30 രൂപയാണ്. പക്ഷേ അവരുന്നാ ചിരിക്കണുണ്ടോ? എന്ത്? അവന്റെ ലോകത്ത് ഇപ്പൊ ടാറ്റ, ബിർല പോലത്തെ വലിയ വലിയ കമ്പനിയായിട്ട് അവൻ ഡീലിങ്സ് നടത്തി കോടികളുടെ ബിസിനസ് അവിടെ നടക്കുന്നത്. ഇനി നീ പറ, ഈ പൊട്ടന്മാരെ നടക്കണം ഞാൻ എങ്ങനെയാടാ നന്നാവണത്? ഈ ജോലി മേടിച്ചെന്ന് പറഞ്ഞു, എനിക്ക് കിട്ടിയ കൂട്ടം അങ്ങനത്തെ ആയിരുന്നു. എനിക്ക് കിട്ടിയതോ ഈ വാടകൂട്ടം. അതിന്റെ തെറ്റാണോ? ജോലി ഇടാൻ തെറ്റാണോ? പറ. ചേട്ടൻ ഒന്നും ചേട്ടന്റെ തെറ്റല്ല ചേട്ടൻ. ചേട്ടനെ ഒരുപാട് തെറ്റി. എല്ലാം ദൈവത്തിന്റെ ഒരു വികൃതികളല്ലേടാ. എന്റെ ലക്ഷ്മി ലക്ഷ്മി എന്ന് തിരിച്ചു വരുമോ എന്ത്? ലക്ഷ്മി ലച്ചു അപ്പൊ വീട്ടിന്റെ ആധാരം അച്ഛാ